ഇന്ന് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ട്ടോ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് ഉണ്ടാക്കി വെക്കാം. അവർ വരുമ്പോഴത്തേക്കും ചായയുടെ കൂടെ ചൂടോടെ കൊടുക്കാമല്ലോ. അപ്പോൾ ഒരു ഇത്തിരി വെറൈറ്റിയിലാണ് ട്ടോ ഞാൻ ഈ ശർക്കര അട ഉണ്ടാക്കിയെടുക്കുന്നത്. സാധാരണ നമ്മൾ വാഴയിലയിലൊക്കെ വെച്ച് പരത്തിയിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. അങ്ങനെയല്ലാതെ ഇച്ചിരി ഒരു വെറൈറ്റി രീതിയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരവിയെടുക്കാനായിട്ട് നല്ല മടിയാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് മിക്സിയുടെ പീസ് പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. എന്നിട്ട് നമുക്ക് അതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുത്തിട്ട് അതിലൊരു ഇച്ചിരി വെള്ളം ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഉരുക്കി എടുക്കും എന്നൊക്കെ പറയില്ല. കൂടുതൽ വെള്ളം ഒഴിക്കരുത്. ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തില്ല. നന്നായിട്ട് എല്ലാം ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ചിരവി മാറ്റി വെച്ച് മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ, അത് ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണോ എന്ന് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇച്ചിരിയും കൂടി ശർക്കര ആഡ് ചെയ്യാം കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് സൂക്ഷിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ തേങ്ങ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് തേങ്ങ ഈ ഒരു ശർക്കരയിലൊന്ന് കവർ ചെയ്ത് നിൽക്കണം. ആ ഒരു രീതിയിൽ വേണം കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിക്കോളൂ. നന്നായിട്ട് ഇളക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നന്നായിട്ട് കവർ ചെയ്ത് നിന്ന് ജസ്റ്റ് ഒന്ന് വറ്റി വരുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഏലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഏലക്കയുടെ പൊടിയാണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിൽ മെയിനായിട്ട് ഒരു സാധനം കൂടി ചേർക്കും. കറുത്ത എള്ളുണ്ടല്ലോ, കറുത്ത എള്ളോ വെളുത്ത എള്ളോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കുക. എള്ള് എന്ന് പറയുമ്പം എല്ലാവർക്കും, വലിയവർക്കായാലും ചെറിയവർക്കായിരിക്കും, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് എള്ള് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാധാരണ ഉണ്ടാക്കുന്നതിനൊക്കെ വ്യത്യസ്തമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇച്ചിരി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യട്ടോ. അപ്പോൾ അതൊക്കെ അവിടുന്ന് ചൂടൊക്കെ ഒന്ന് പോയി വരുമ്പോഴത്തേക്കും നമുക്ക് പൊടി ഒന്ന് കുഴച്ചെടുക്കണം. അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നേരിയ ഒരു ചൂടുവെള്ളത്തിൽ, നേരിയ ചൂട് പാടുള്ളൂ കേട്ടോ. നമുക്ക് കൈവച്ച് കുഴക്കാൻ പാകത്തിന് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്, ചൂടാക്കിയെടുക്കാനായിട്ട്. എന്നാലും മാത്രമേ നമുക്ക് കൈ വെച്ച് കുഴച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. എല്ലാ ഭാഗത്തും കൂടി എത്തുന്ന ആദ്യം ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഇപ്പം നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കരയുടെ കൂട്ടുണ്ടല്ലോ, അത് നന്നായിട്ട് ചൂടൊക്കെ ആറി തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രം എടുക്കുക. അതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ തട്ട് അതിലേക്ക് ഇറക്കി വെക്കുക. ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഓരോ ബൗൾസായിട്ടും, ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയൊരു അട പോലെ പിന്നെ ബൗൾസായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ വലുപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അത് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുക കേട്ടോ. പിന്നെ ഒട്ടും ഭക്ഷണം കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു അട്രാക്റ്റിംഗ് ഷേപ്പിലൊക്കെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു അടയുടെ ഷേപ്പിലാണ് പത്തിരി പോലെ പരത്തിയെടുത്തിട്ട് അതൊന്ന് മടക്കിയെടുത്തു കേട്ടോ. നമ്മുടെ ശർക്കരയുടെ ഫില്ലിങ് അതിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മടക്കിയെടുത്തു. ഇതിലിപ്പോൾ സാധാരണ വാഴയിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വാഴയില കിട്ടാൻ അടുത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നുണ്ട്. വാഴയില വീട്ടിലൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ അതിൽ ചെയ്യാം കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ ഞാൻ ബൗൾസായിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ടൊരു 10-15 മിനിറ്റ് ഒന്ന് ആവിയേറ്റി എടുക്കാം. ഫസ്റ്റ് ഒന്ന് ആവി വന്നു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 15 മിനിറ്റൊക്കെ ഒന്ന് ആവിയേറ്റി എടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ വൈകുന്നേരത്തെ ചായക്കായാലും രാവിലെ ആയാലും ഒക്കെ കഴിക്കാം കേട്ടോ. കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡല്ലേ. ഓയിലൊന്നും അധികം ചേർക്കുന്നില്ലല്ലോ, ഓയിൽ ഒട്ടും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് എടുത്ത് നോക്കാം. എന്നാലും അത്യാവശ്യം ചൂടുണ്ട്, എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് ഞാനൊന്ന് പൊളിച്ച് കാണിച്ചു തരാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ. എള്ളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി കൊടുക്കും. ഓക്കെ, ഇത്രയും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.